ഇത് രണ്ടും സെയിം IC വരുന്ന ബോർഡാണ്, TPA3116D. പക്ഷേ ഇത് 2 ചാനൽ, ഒരു ചാനൽ 100 ആ ഒരു രീതിയിൽ പറയുന്നത്. 2 ചാനൽ ആമ്പ്. ഇത് വരുന്നത് 2.1 ആണ്. ഇതിൻ്റെ അകത്ത് 2 IC വരും. ഹീറ്റ്സിങ്ങിൻ്റെ അകത്ത് 2 ICയും വരും, വോളിയം കൺട്രോളറും എല്ലാം ആയതും. ഇത് 2 ചാനൽ 50-50, ഒരു ICന്ന് 50 വാട്ട് 50 വാട്ടായിട്ട് ലെഫ്റ്റും റൈറ്റും, പിന്നെ സബ് ഓഫർ 100 വാട്ടിൻ്റെ ആ രീതിയിൽ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഈ ഇടയ്ക്ക് മേടിച്ചതാണ്. പക്ഷേ ഈ ഒരു മോഡലിൻ്റെ ആണോ അല്ല ഈ ഒരു കമ്പനിയുടെ ആണോ, ഇതെല്ലാം ഓരോ കമ്പനിക്കാർ അവരുടേതായ ഡിസൈനിൽ കോപ്പി ചെയ്ത് ഓരോന്ന് ഇറക്കുന്നതാണ് ഈ ചൈന മോഡൽ എല്ലാ സാധനവും. അപ്പം ഈ ഇൻഡക്ടർ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്, എന്താണെന്നറിയാൻ വയ്യ. അതുകൊണ്ട് നമ്മളിതൊരു കറി വെക്കാനായിട്ട് യൂസ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഒരു ഹീറ്റ് ആവുന്നതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് വേറൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഈ മോഡൽ ഞാൻ മുമ്പ് മേടിച്ചിട്ടുണ്ട്. അതിനിങ്ങനെ ഹീറ്റിങ്ങോ ആ ഒരു ഇത്ര ഇതോ ഒന്നും ഇല്ലായിരുന്നു. ഇതിനി എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓരോ പ്രാവശ്യം മേടിക്കുമ്പോൾ ഓരോ കമ്പനിയും ഓരോ വ്യത്യാസം, ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഇറക്കി ഓരോ കമ്പനികൾ ഇറക്കുന്ന പലതരം ക്വാളിറ്റിയിലേ ഉണ്ട്. ക്ലാസ് ഡി ഒക്കെ നല്ല ക്വാളിറ്റി കിട്ടില്ല ആമ്പായിട്ട് വേണമെങ്കിൽ നമ്മളെ നല്ല ക്വാളിറ്റിയുള്ള ആമ്പ് വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് വരും അത്യാവശ്യം. അത് നമുക്ക് ദാണ്ട് ഇതേപോലത്തെ ഫോസി ഓഡിയോയുടെയൊക്കെ യൂസ് ചെയ്യാം. ഫോസി ഓഡിയോയുടെയൊക്കെ ക്ലാസ് ഡി ആംപ്ലിഫയറൊക്കെ നല്ലത് വരുന്നുണ്ട്. ആകുമ്പോൾ നോയ്സോ ഒരു ഇതും കാണത്തില്ല, എല്ലാം സെറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതും തരക്കേടൊന്നുമില്ല. ഇതൊക്കെ വെച്ച് നമുക്ക് ഹോം തിയേറ്ററൊക്കെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്, ഫ്രണ്ടും റിയറും ഒക്കെ സ്പീക്കർ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ബോർഡ് വെച്ചാണ്. ഇഷ്യൂ ഒന്നുമില്ല, ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതിനി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. നമുക്ക് കാറി കൊടുക്കാൻ വേണ്ടി നമ്മളൊരു പഴയൊരു കേസ് വെച്ച് സെറ്റ് ചെയ്തെടുക്കുവാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓഡിയോ ഇൻപുട്ട് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഓക്സും ഉണ്ട്, അല്ലാതെ ഇവിടെ ഒരു സോക്കറ്റും ഉണ്ട്, ഓക്സും ഉണ്ട്, അങ്ങനെയും കൊടുക്കാം. പിന്നെ പവർ സപ്ലൈക്കും ഇവിടെ ഒരു ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രൂ ചെയ്ത് 12 വോൾട്ട് 12 തൊട്ട് 24, ഒരു സേഫായിട്ടൊരു 22 ആ ഒരു വോൾട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്പീക്കർ ഔട്ട്, 2 സ്പീക്കറും ഒരു സബ് ഓഫറും. അതാണ് അതിൻ്റെ ലേ ഔട്ട് കാര്യം. ഇനി ഇവൻ്റെ കേസിലാണെങ്കിൽ പവർ സപ്ലൈക്ക് ഈ ഒരു ജാക്ക് ഇതാണ് കൊടുത്തേക്കുന്നത്, വോളിയം ഈ ഒരു ഇത്, അതിൻ്റെ കൂടെ നമുക്കൊരു കേബിളും കിട്ടും. അതാണ്ടോ, ഇത് കണക്ട് ചെയ്തിട്ട് ഇതിന് മുമ്പായിട്ട് മറ്റേ ടോണർ ബോർഡ് ഉണ്ടെങ്കിൽ അതും വെക്കാം. ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും, ബാസ് കൺട്രോൾ ചെയ്യാൻ, ട്രബിൾ വെക്കാം. ഓഡിയോ ഇന്ന് അല്ലാതെ വേണമെങ്കിൽ നമുക്ക് സോൾഡർ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ മീറ്റർ. പിന്നെ സ്പീക്കർ ഔട്ട് 2 എണ്ണം. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ, ചെറിയ പ്രൈസാണ്. ഇപ്പം വലിയ റേറ്റൊന്നുമില്ല, പല റേറ്റിലും ഉണ്ട്. ഓരോന്നും ഓരോ ക്വാളിറ്റി ആയിരിക്കും. നമ്മൾ ഇന്ന് മേടിച്ചായിരിക്കത്തില്ല അടുത്ത പ്രാവശ്യം മേടിക്കുമ്പം കിട്ടുന്നത്. ഇതാണ് സംഭവം. ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഈ കോയിൽ ഹീറ്റാവുന്നവരുണ്ടെങ്കിൽ, ഹീറ്റാകുന്ന വെച്ചാൽ നമുക്ക് തൊടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഹീറ്റാവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കൊടുത്ത് നോക്കിയപ്പോഴത്തേക്ക് സാധനം ഈ കോയിൽ ഹീറ്റാവുന്നുണ്ട്. വേറെ ഇഷ്യൂ ഒന്നും ഇല്ല. നമ്മളിത് കാറി കൊടുക്കുന്നുണ്ട്, അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇതൊന്നും എടുക്കാൻ സെറ്റ് ചെയ്യാൻ എടുക്കാം. അപ്പം ഓക്കെ.